കോടമഞ്ഞ് കാഴ്ചമറിക്കുന്ന കൊടികുത്തിമലയിലേക്ക് ഒരു യാത്ര പോയാലോ? കാടും വെള്ളച്ചാട്ടും കടന്ന് നമുക്ക് കൊടികുത്തിമല കയറാം. മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ജില്ലയിലെ പ്രധാന ഹിൽ സ്റ്റേഷനിലൊന്നായ കൊടികുത്തിമല. ഊട്ടി എന്നതിവിടെ വെറുതെ പറയുകയല്ല, കടുത്ത വേനലിലും തണുപ്പാണ് ഇവിടെ. ട്രെക്കിംഗ് പ്രേമികളുടെ ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ് കൊടികുത്തിമല. കൊടികുത്തിമല സമുദ്രനിരപ്പിൽ നിന്നും 522 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യാസ്തമയം കാണാൻ വേണ്ടി ഇവിടേക്ക് നിരവധി ആളുകൾ എത്താറുണ്ട്. കൊടികുത്തിമലയുടെ അടിവാരം വരെ കാറിൽ യാത്ര ചെയ്ത് എത്താം. അവിടുന്ന് മുകളിലേക്ക് കയറി തന്നെ ചെല്ലണം. കോട തിങ്ങി നിൽക്കുന്ന വഴികളിലൂടെ 1 മണിക്കൂറോളം നടന്ന് കയറുകയാണ് വേണ്ടത്. നീരുറവയും ചെറിയ വെള്ളച്ചാട്ടവുമൊക്കെ കാണാൻ കഴിയും. ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ രസകരമായ കാഴ്ചകളാണ്. മനോഹരമായ മലനിരയിൽ നിന്നും നോക്കിയാൽ താഴെ പെരിന്തൽമണ്ണ നഗരത്തിൻ്റെ ദൂരക്കാഴ്ച കാണാം. മലപ്പുറം ജില്ലയുടെയും പാലക്കാട് ജില്ലയിലെയും പല സ്ഥലങ്ങൾ കൂടി സഞ്ചാരികൾക്ക് ഇവിടെ നിന്നും ആസ്വദിക്കാം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അമ്മിനിക്കാട് എന്ന സ്ഥലത്തു നിന്നുമാണ് കൊടികുത്തിമലയിലേക്ക് പോവാനുള്ള വഴി. കോടമഞ്ഞും പച്ചപ്പും വ്യൂ പോയിൻറ്റുമൊക്കെയുള്ള കൊടികുത്തിമലയിൽ വളരെ കാലം ശേഷമാണ് സഞ്ചാരികളുടെ തിരക്ക് കൂടിയത്. പ്രകൃതിയുടെ മതിവരാത്ത കാഴ്ചകൾ കണ്ട് കയറി ചെല്ലുവാൻ നല്ലൊരിടം വേറെയില്ല എന്നാണ് സഞ്ചാരികൾ പറയുന്നത്. പശ്ചിമഘട്ടത്തിലെ അമ്മിനിക്കടൻ മലനിരകളുടെ ഏറ്റവും ഉയർന്ന പ്രദേശം കൂടിയാണ് കൊടികുത്തിമല. രാവിലെയാണ് പോകുന്നതെങ്കിൽ സമതലങ്ങളുടെ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. വൈകിട്ടാണെങ്കിൽ സൂര്യാസ്തമയത്തിൻ്റെ സുവർണ നിമിഷങ്ങൾ കൂടിയാണ് ഇവിടെ ലഭിക്കുക. വാച്ച് ടവറുമൊക്കെ ഇവിടെയുണ്ട്. അവിടേക്ക് എത്തി കാഴ്ചകൾ ആസ്വദിക്കാം. ഇനി കൊടികുത്തിമലയിലേക്ക് എങ്ങനെയെല്ലാം എത്തിച്ചേരാമെന്ന് നോക്കാം. 3 വഴികളാണ് കൊടികുത്തിമലയിലേക്കുള്ളത്. പെരിന്തൽമണ്ണയിൽ നിന്ന് മേലാട്ടൂർ റോഡിലെത്തി കാര്യവട്ടം വെട്ടത്തൂർ റോഡ് തേയിലക്കാട് കയറി പോപ്സൺ എസ്റ്റേറ്റിലൂടെ കൊടികുത്തിമലയിൽ എത്തിച്ചേരാം. അല്ലെങ്കിൽ അമ്മിനിക്കാട് നിന്നും 5 കിലോമീറ്ററും കരിങ്കല്ലത്താണി റോഡും മാട്രക്കൽ വഴിയും ഇതേ ദൂരം തന്നെയാണുള്ളത്.